ഹലോ, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ളോഗ്സ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ജോർജിയയിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഓഫ് പീസ് കാണാൻ വന്നതാണ്. ടിബ്ലിസിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. അപ്പോൾ ഇതൊരു ബോ ഷേപ്പ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ നീളം 150 മീറ്ററാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടും ഗ്ലാസ് കൊണ്ടുമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് ഓപ്പൺ ആയിരിക്കുന്നത് 2010 മെയ് 6-നാണ്. നമ്മൾ ജോർജിയയിൽ വന്നത് മെയ് 22-നാണ് കേട്ടോ. മെയ് 22 തൊട്ട് ഒരു 9 ഡേയ്സുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുട്ടികളൊക്കെ ഉള്ള കാരണം പിന്നെ രാത്രിയൊക്കെ ലേറ്റായിട്ടാവും വരിക റൂമിലേക്ക്. അപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് പതുക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. അങ്ങനെ നമ്മൾ കാതിന് കുളിർമയേകുന്ന ഒരു പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആൾ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ ഇതൊരു ഹോട്ട് എയർ ബലൂണാണ്. ഇന്നിത് ഓപ്പൺ ആയിരുന്നില്ല, കാരണം വിൻഡി ആയിട്ടുള്ള ദിവസം ഓപ്പൺ ആവില്ല. ഇന്ന് നല്ല വിൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഓപ്പൺ ആയിരുന്നില്ല. അത് കാരണം നമുക്കതിനകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കേബിൾ കാറിൽ കയറിയിട്ട് മദർ ഓഫ് ജോർജിയ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു കുന്നിൻ്റെ മേലെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഈ കേബിൾ കാറിൻ്റെ പേയ്മെൻറ്റ് അതൊക്കെ അവർ ടൂർ പാക്കേജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കേബിൾ കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഫില്ലാവണതിനനുസരിച്ചിട്ട് നമുക്ക് അടുത്തതിൽ കയറാം. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് കയറാനുള്ള സ്ഥലമില്ല, നമ്മൾ അടുത്തതിലാണ് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി. ആ കേബിൾ കാറിൽ ഇരുന്നിട്ടുള്ള പുറത്തത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണല്ലോ. റിച്ചു ഒക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അപ്പുറത്തുനിന്ന് കേബിൾ കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ താഴെ കാണുന്ന റിവർ ഉണ്ടല്ലോ, ക്വാറി എന്നാണ് ഈ റിവറിനെ പറയുന്നത്. അപ്പോൾ ഇത് അസർബൈജാനെ കണക്ട് ചെയ്യുന്ന റിവറാണ് കേട്ടോ. നമുക്കിനി ബോട്ടിങ്ങും ഉണ്ട് അടുത്തത്. ഫസ്റ്റ് നമുക്ക് എവിടേക്കൊക്കെ പോയിട്ട് ബോട്ടിങ്ങിനൊക്കെ പോകണം. Half of Georgia. In part of Tbilisi, I told you about Kalatown. Through 5th century, there was town Kalatown and was fully of streets and surrounded by the wall. Style of Tbilisi. It's small houses with colorful roofs, wooden balconies. അങ്ങനെ നമ്മൾ മേലെ എത്തി. അപ്പോൾ ഇവിടെയും അതെ കേട്ടോ, ഒരു ഇൻസ്ട്രുമെൻ്റൊക്കെ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഓരോരോ സ്ട്രീറ്റുകളിലും ഇങ്ങനെ ഓരോരുത്തരുടെ ഇൻസ്ട്രുമെൻ്റൊക്കെ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടിബ്ലിസി മൊത്തത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നീനോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് ബ്രിഡ്ജ് ഓഫ് പീസ് നമ്മൾ കണ്ടത്, അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ദൂരെയായിട്ട് മഷ്റൂമിൻ്റെ ഷേപ്പിലുള്ള ആ ബിൽഡിങ് ഇവരുടെ ഒരു ഗവൺമെൻറ് ഓഫീസാണ് കേട്ടോ. ID കാർഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസാണ് ആ മഷ്റൂം പോലത്തെ ആ ബിൽഡിങ്. പിന്നെ ഇവിടെ ഒരു ബൈനോക്കുലർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ലാറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുകയാണ്, 1 ലാറി ഇട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മദർ ഓഫ് ജോർജിയനെ മദർ ഓഫ് കാർട്ട്വെൽ എന്നും കൂടെ പറയൂ കേട്ടോ. ഇപ്പോൾ ഈ ശില്പം ഉള്ളത് സൊലാലാക്കി ഹില്ലാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് സൊലാലാക്കി ഹില്ലാണ്. ഈ മദർ ഓഫ് ജോർജിയയുടെ ഹൈറ്റ് 20 മീറ്ററാണ് കേട്ടോ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 1958 എൽഗുജ അമാഷുക്കേലി എന്ന് പറഞ്ഞ ഒരു ശില്പിയാണ്.
മദർ ഓഫ് ജോർജിയയുടെ ലെഫ്റ്റ് ഹാൻഡിൽ കണ്ടോ, ഒരു ബൗള് കണ്ടോ? ആ ബൗൾ എന്ന് പറയുന്നത് ഒരു വൈൻ ബൗളാണ്. ഫ്രണ്ട്സായിട്ട് വരുന്നവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടുള്ളതാണ്. പിന്നെ റൈറ്റ് ഹാൻഡിലുള്ള സോഡ് എനിമീസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഈ മദർ ഓഫ് ജോർജിയ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അലുമിനിയം കവേർഡാക്കി, എൻവയോൺമെൻറ്റൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1963 അലുമിനിയം കവേർഡാക്കിയത്. പിന്നെ 1997 ഓൾഡ് സ്റ്റാച്യു റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ സ്റ്റാച്യുവും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഋതുക്കുട്ടി റിച്ചുകുട്ടിയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ചിമ്നി കേക്ക് എന്നാണ് പിന്നെ പറയാം. അപ്പോൾ അത് ഉണ്ടാക്കണതാണ് കേട്ടോ, ആ കോൺ ഉണ്ടാക്കണതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചായിരുന്നു. അപ്പോൾ പൈസ കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ബോട്ടിങ്ങിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ഈ പൈസ കൊടുത്തത് നമ്മളാണ് കേട്ടോ, അത് നമ്മുടെ ട്രാവൽ പാക്കേജിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് വന്നാണ്. ബോട്ടിങ്ങിന് 90 ലാറിയായി, 30 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഓൾഡ് സിറ്റി കുറേ ഇതൊക്കെ കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ വൈനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് സിംഗിൾ ബോട്ടിൽ പോവുകയാണെങ്കിൽ 200 ലാറിയാണ്. അതിനകത്ത് നമുക്ക് ഡ്രിങ്ക്സ്, ചാച്ച എല്ലാം സെർവ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോ അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. സോ വി ആർ ജോയിനിങ് വിത്ത് അതർ മെമ്പേഴ്സ്. ബോട്ടിലിരുന്ന് പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു വിൻഡി ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു തണുപ്പും അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട്. കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തു. ഈ റിവറിൻ്റെ ക്രോസായിട്ട് കാണുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് ഭരത്താശ്വലി ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ ഇത് പെഡസ്ട്രിയൻ ബ്രിഡ്ജും ആണ്, അതേപോലെ തന്നെ ട്രാഫിക് ബ്രിഡ്ജും ആണ് കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ ഇവരുടെ ഓരോ ആർക്കിടെക്ചറും ചെയ്തിരിക്കുന്നത്, എന്ത് രസമായിട്ടാണ്. ഇത് 1966 ബിൽട്ട് ചെയ്തേക്കണ ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ ഇങ്ങനെ ബോട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഈ ഭാഗത്ത് ഇച്ചിരി വെള്ളം ഇങ്ങനെ കൂടുതലാണ്, ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ പക്ഷികളൊക്കെ ഇവിടെ കിടന്ന് പാറി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ്. അപ്പോൾ സൈഡിൽ കണ്ടോ ഒരു റെസ്റ്റോറൻ്റ് ആണത്. ഇവരുടെ മെയിൻ ഡിഷസായി കിംകാലി, കച്ചാപ്പുരി ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഒരു പ്രത്യേക വൈബാണ്. റിച്ചു ഭയങ്കര ഹാപ്പിയിലാണ്. റിച്ചു ഇങ്ങനെ കിടന്ന് ഓരോന്ന് ചാടിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. റോഡിൽ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ സ്ട്രീറ്റ്സിൻ്റെ സൈഡിലായിട്ട് സവനിയേഴ്സും പിന്നെ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്.
പിന്നെ ഇവിടെ സൾഫർ ബാത്ത് ഉണ്ട്. ഈ ഡോം ഷേപ്പിൽ കാണുന്നതുണ്ടല്ലോ, അത് സൾഫർ ബാത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടും പിന്നെ റിലാക്സേഷന് വേണ്ടിയിട്ടുമൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണ് സൾഫർ ബാത്ത്. അപ്പോൾ ഈ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിന് സൾഫറിൻ്റെ ഒരു മണ്ണുണ്ട്. ഈ വെള്ളമാണ് ഈ സൾഫർ ബാത്തിന് വേണ്ടി എടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇത് ലവ് ലോക്ക് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഓഫ് ലവ് എന്ന് പറയും. അപ്പോൾ ലോക്കുകൾ കണ്ടില്ലേ, അപ്പോൾ ഈ കപ്പിൾസ് വന്നിട്ട് ലോക്ക് ചെയ്യണതാണ് കേട്ടോ. അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ലോക്ക് ചെയ്തിട്ട് ആ കീ താഴേക്ക് ഈ വെള്ളത്തിലേക്ക് എറിയും. അപ്പോൾ അവരുടെ ലവ് ഇങ്ങനെ എക്കാലത്തേക്കും നിലനിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. എനിക്ക് നടന്ന് കാലൊക്കെ വേദന എടുത്തായിരുന്നു കേട്ടോ. റിച്ചുവിനും ഋതുവിനും ഒരു കുഴപ്പമില്ല. റിച്ചു ഓട്ടാണ് കേട്ടോ, നടക്കല്ല, അവൻ ഓടുകയാണ്. സ്പ്രിങ് പോലെ നടക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, അവർക്ക് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ റിച്ചു അങ്ങനെ ആസ്വദിച്ച് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടിബ്ലിസിയിലുള്ള വാക്കിംഗ് ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുനിക്കുലാർ സ്റ്റേഷനിലേക്ക് നമ്മുടെ പിന്നെ ഡ്രൈവർ വന്ന് വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്തത് നമ്മൾ എത്തിയിട്ടുള്ളത് ഫുനിക്കുലാർ സ്റ്റേഷനിലാണ്. ഫുനിക്കുലാർ ട്രെയിനിൽ കയറിയിട്ട് മേലെ പോകണം. ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, മസ്മിന്ദ പാർക്ക് അങ്ങനെയെന്ന് തോന്നുന്നു. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ പല പ്രൊനൗൺസിയേഷനും എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫുനിക്കുലാർ ട്രെയിനിൽ കയറിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫുനിക്കുലാർ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു റോപ്പിലൂടെ, ഒരു റോപ്പ് വഴിയാണ് ഈ ട്രെയിൻ, ഒരേ ഒരു റോപ്പിൽ കൂടെ പോകുന്നൊരു ട്രെയിൻ ആണിങ്ങനെ മേലേക്ക്, കുന്നിൻ്റെ മേലേക്കൊക്കെ പോകാനായിട്ടുള്ള ഈ ട്രെയിനാണ്. ഇതിൻ്റെ ടിക്കറ്റും നമുക്ക് ഈ ടൂർ പാക്കേജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതല്ല. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കടക്കുകയാണ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി. അപ്പോൾ നീനോ പറഞ്ഞു അവിടെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിന്നോന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പുറത്ത് ഡ്രൈവർ നിൽക്കും, അപ്പോൾ ഇപ്പുറത്തായിട്ട് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് എല്ലാം അറിയുന്ന കാരണം പിന്നെ എല്ലാ കാര്യങ്ങളും നീനോ തന്നെ ചെയ്തു തരും കേട്ടോ. ട്രാവൽ ഗൈഡ് ഉള്ള കാരണം പിന്നെ അതൊരു എളുപ്പമാണ് കേട്ടോ. കാരണം ഇവരുടെ ഭാഷയും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ല. അപ്പോൾ ഒരു ട്രാവൽ ഗൈഡ്, നമ്മൾ ആദ്യമൊക്കെയായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ട്രാവൽ ഗൈഡ് ഉള്ളത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമതൊക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് പിന്നെയും മനസ്സിലാവും എല്ലാം. ആദ്യം വന്നിട്ടുള്ളതാണല്ലോ, അത് വെച്ച് നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെയാണ് നിന്നത്. അപ്പോൾ ഈ ഒരു റോപ്പിൽ കൂടിയാണ് കേട്ടോ, കണ്ടില്ലേ, അതിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. പിന്നെ ഇവിടെ വേറൊരു സ്റ്റേഷനുണ്ട്, 2 സ്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ അത് പള്ളിയിലേക്ക്, ഇവിടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിലേക്ക് പോകാനുള്ള സ്റ്റേഷനാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു 2 സ്റ്റേഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ദൂരം അത്ര ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ എത്തും. അങ്ങനെ നമ്മൾ മേലെ എത്തി. അപ്പോൾ മസ്മിന്ദ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റീചാർജ് ചെയ്യണം. ഒരു കാർഡ് ഉണ്ട് കേട്ടോ, കാർഡ് നമ്മുടെ ട്രാവൽ ഗൈഡിൻ്റെ ഉണ്ടായിരുന്നു, അത് റീചാർജ് ചെയ്തിട്ടാണ്
നമ്മൾ ചെയ്തു. കാരണം കുട്ടികൾക്കൊക്കെ റൈഡ്സിലൊക്കെ കയറണമെന്ന് പറഞ്ഞാൽ കാരണം അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നത് ജെയിൻ വീലിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ ജെയിൻ വീലിൽ കയറണമെങ്കിൽ 10 ലാറി പെർ പേഴ്സൺ ആണ് കേട്ടോ എടുക്കുന്നത് അവർ. എങ്ങനെയുണ്ട് ജോർജിയ? ഇഷ്ടായോ? സൂപ്പർ. ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. നാളെ എങ്ങനെയാ നമുക്ക് നോക്കി കണ്ടറിയാം. നല്ല ക്ലൗഡി ആയിരുന്നു. ഓക്കെ, നല്ല ക്ലൗഡും ചൂടില്ല കേട്ടോ. നല്ല നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നീന ഇഷ്ടപ്പെട്ടോ? ഗൈഡിന്റെ കാര്യമായിട്ട് പറയണത്. ഗൈഡ് നല്ല കെയറിംഗ് ആണ് പിള്ളേരെ. നമ്മള് പിള്ളേരെ നോക്കിയില്ലേ ഗൈഡ് നോക്കിയാലും പിള്ളേരെ അല്ലേ? ഇഷ്ടമായോ ആന്റിനെ? പിന്നെ റൈഡ്സിലൊക്കെ കുട്ടികളുടെ റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നീനോ ആണ് കേട്ടോ കൊണ്ടുപോയത്. എനിക്കെന്ന് കാല് ഭയങ്കര വേദന എടുത്തിട്ട് ഞാൻ കുറേ നടന്നല്ലോ. അപ്പോൾ ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നീനോ കുട്ടികളെയും കൊണ്ടുപോയായിരുന്നു കേട്ടോ. കുട്ടികളുടെ റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് 15 ലാരി അല്ലെങ്കിൽ ഒരു 20 ലാരിയൊക്കെയാണ് കേട്ടോ ഓരോ റൈഡ്സിനും റേറ്റ് വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കുള്ള കുറേ റൈഡ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് ഒരു ഏരിയയിലായിട്ടാണ് കുട്ടികളുടെ ഈ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നത്. ഡൈനോസറിന് മുകളിൽ പോകാൻ പറ്റില്ല. ഡൈനോസർ അനങ്ങിയണ്ട. ഡൈനോസർ, how are you dinosaur? പണ്ടില്ലേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വടി ഞാനൊരു വീഡിയോ കണ്ടതാ. അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കായിരുന്നു. അല്ല, ഇവിടെ തന്നെ അത്
നമ്മൾ ഡൈനോ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇത് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഗെയിംസൊക്കെ കളിക്കാൻ പോയി കേട്ടോ. വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ കത്തിക്കൽ കഴിഞ്ഞു. തസ്മിന്ത പാർക്കിൽ നമ്മൾ അതായത് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ബൈ ബൈ.